ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയ സാഹചര്യത്തിൽ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തങ്ങളുടെ എണ്ണ കയറ്റുമതിക്കായി പ്രധാനമായും ആശ്രയിക്കുന്ന ബദൽ മാർഗങ്ങൾ ഇവയാണെന്ന് പറയപ്പെടുന്നു. ഒന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെയാണ്. സൗദി അറേബ്യ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ. ഇത് പേർഷ്യൻ ഗൾഫിലെ അബ്ഖായ്ക്കിൽ നിന്ന് ആരംഭിച്ച് ചെങ്കടൽ തീരത്തെ യാംബു തുറമുഖം വരെ നീളുന്ന ഏകദേശം 1200 കിലോമീറ്റർ ദൂരമുള്ള പൈപ്പ് ലൈനാണിത്. ഹോർമോസ് കടലിടുക്ക് ഒഴിവാക്കി എണ്ണ നേരിട്ട് ചെങ്കടലിൽ എത്തിക്കാൻ സാധിക്കുന്നു. നിലവിൽ പ്രതിദിനം 5 മില്യൺ ബാരലിലധികം എണ്ണ ഇതിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും. UAEയുടെ കാര്യമെടുത്താൽ അവരുടെ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ. ഇതിന്റെ റൂട്ട് അബുദാബിയിലെ ഹബ്ഷാൻ പാടങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഒമാൻ ഉൾക്കടലിന്റെ തീരത്തുള്ള ഫുജൈറ തുറമുഖം വരെയാണ് ഈ പൈപ്പ് ലൈൻ. ഹോർമസ് കടലിടുക്കിന് പുറത്തുള്ള ഫുജൈറയിൽ എണ്ണ എത്തിക്കുന്നതിലൂടെ ഇറാൻ ഭീഷണിയില്ലാതെ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എണ്ണ കയറ്റി അയക്കാൻ UAEക്ക് സാധിക്കുന്നു. പ്രതിദിനം 1.5 മില്യൺ ബാരൽ എണ്ണ ഇതിലൂടെ നീക്കം ചെയ്യാൻ സാധിക്കും. ഒമാൻ വഴിയുള്ള പുതിയ പൈപ്പ് ലൈൻ പദ്ധതികളെക്കുറിച്ചും റെയിൽവേ ശൃംഖലകളെക്കുറിച്ചും സൗദിയും ഒമാനും ചർച്ചകൾ നടത്തിവരുന്നു. യാംബുവിനും ഫുജൈറയ്ക്കും പുറമെ ഈജിപ്തിലെ സുമാദ് പൈപ്പ് ലൈനിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും സൗദി വലിയ തോതിൽ എണ്ണ സംഭരിച്ചു വെക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.